ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും ഇല്ലൂർ ഓണക്കും കൂടി രാവിലെ തന്നെ ഇടയിലെ ഹോട്ടലിൽ പോയിട്ട് ഇതാ കഴിക്കുകയാണ്. സംഭവം ഇത് കുറച്ച് മുന്നേ ഉള്ള വീഡിയോ എന്ന് വെച്ചാൽ കുറേ ദിവസം മുന്നേ ഉള്ള വീഡിയോ കേട്ടോ. അപ്പോൾ നട്ട പൊളിച്ചിട്ട് തീരെ ഉറങ്ങാണ്ട് നമ്മൾ അവിടെ പോയതായിരുന്നു. അതെന്ത് പരിപാടി കഴിഞ്ഞിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഈ ജേഴ്സി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ ലേറ്റാണെന്നറിയാം, എന്നാലും ഈ വീഡിയോൻ്റെ ബാക്കിയുള്ളത് കുറേ പിറ്റേന്നത്തെ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇട്ടുന്നത്. അപ്പോൾ ഇന്ന് ഞാനും റോണക്കിനെയും കൂട്ടി രാവിലെ അല്ല സോറി ഗൈസ്, വൈകുന്നേരം മറ്റേ ബീച്ചിൽ പോയിട്ടുണ്ടായി. നമ്മൾ കോഴിക്കോട് ബീച്ചല്ല, അവിടുന്ന് കോഴിക്കോട് തന്നെ കുറച്ച് മുന്നോട്ട് പോയുള്ളൊരു ബീച്ചുണ്ടല്ലോ, അവിടെയുള്ള ബീച്ചിലാണ് പോയത്. അവിടുന്ന് കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നാളെ റോണിന് സ്കൂളില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്ന് കുറച്ചധികം നേരം ഇവിടുന്ന് കളിയൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന്. അങ്ങനെ റോണു കുറേ കാലത്തിന് ശേഷം കേട്ടോ സത്യത്തിൽ ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് പാർക്കിലെല്ലാം പോയി കളിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട് കേട്ടോ അവിടെ, ഇഷ്ടംപോലെ പാരൻസിൻ്റെ എല്ലാം കൂടെ വന്നിട്ട്. അപ്പോൾ ഓൻ എന്താ അറിയില്ല, കിളി പോയ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഇറങ്ങാനുള്ള പുറപ്പാടില്ല. ഇപ്പോൾ എൻജോയ് ചെയ്യാൻ വന്നതാണ്. മഴയെല്ലാം ഒന്ന് കുറഞ്ഞ സമയത്ത് നല്ല രസമുള്ള ഒരു ഈവനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഓനെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ കുട്ടികളുണ്ട് കേട്ടോ. പക്ഷെ എനിക്കൊന്ന് ഓനായാലും കുറച്ചൊരു വലുതുള്ളത്, ബാക്കിയെല്ലാം ഓനേക്കാളും ചെറിയ കുട്ടികളായിരുന്നു. പക്ഷെ ഓൻ എല്ലാ ഇതിലും കയറാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടുന്ന് കുറേ ഓനെ ശരിക്കും പറയുകയാണെങ്കില്ല, നമ്മൾ ഇങ്ങനത്തെ കുട്ടികളെല്ലാം ഇങ്ങനത്തെ ആക്ടിവിറ്റീസിൽ കൂടുതൽ ഇങ്ങനെ ഇൻട്രസ്റ്റ് കാണിച്ച് ചെയ്യിപ്പിക്കണം. പേടി ഉണ്ടാവും നമുക്ക് കഴിയുമ്പോൾ വീഴുമെന്നല്ലോ. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി, കുട്ടികളോടൊന്നും ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ. പിന്നെ അവിടെയുള്ള കുറച്ച് വൈബ്സും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കാണിച്ചു തരാം. നല്ല രസമുള്ള ആകാശവും നല്ല പച്ചപ്പ്, അടിപൊളിയുള്ളൊരു വേലയിനും. പിന്നെ അവൻ അടുത്തത് എന്ത് ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലാണ് ഈ നിൽക്കുന്നത്. അങ്ങനെ അവിടെ ഉള്ളത് ആ ബീച്ചിൽ നിന്ന് പട്ടൊക്കെ പറപ്പിക്കുന്നത് കണ്ട് നമ്മളെ കൊണ്ട് പറ്റി ഒന്നുകൂടെ നിസ്സാരം. അടുത്ത കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മളിതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സ്കേറ്റിംഗ് ബോർഡ് അവിടുന്ന് പഠിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കണ്ടേന്ന് വിചാരിച്ച് റോണിന് അവിടുത്തെ തൊട്ടാവാടിനെയും കൂടി കുറച്ച് നേരം ഇടങ്ങാറാക്കി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതും കഴിഞ്ഞ് നടന്നിങ്ങനെ പോയി. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ മറ്റേ പ്രസ്റ്റീജിൻ്റെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അവിടെ ഒരു ബേബി ഷൂട്ട് നടക്കുന്നത് കണ്ടത്. അതും കണ്ട് കുറച്ച് നേരം നിന്ന് പിന്നെ നമ്മൾ ഇല്ലുൻ്റെ തള്ളും കേട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് വൈകുന്നേരത്തെ വൈബൊക്കെ ആസ്വദിച്ച്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ, ഇത് നമുക്കിന്ന് പോണ്ടേ. ലക്ഷത്തിൽ ഒന്നേ കാണും.